എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് നമ്മളൊക്കെ ഒരു വീഡിയോസ് കണ്ട് കേരളത്തിൻ്റെ ഇന്നൊരു സമരത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ നരനായാട്ട്. മനസ്സാക്ഷിയുള്ളവർക്ക് അത് കണ്ടിരിക്കാൻ കഴിയില്ല. പാർട്ടി ഏതോട്ടെ രാഷ്ട്രീയം ഏതോ ആവട്ടെ, അതല്ലല്ലോ വിഷയം. ഈ കുഞ്ഞു മക്കളെ ഇതുപോലെ തള്ളാൻ ഈ വേട്ടാവളിയന്മാർക്ക് എങ്ങനെ കഴിയുന്നുള്ളത് നോക്കേണ്ടത്. അവരെന്താ വലിയ രാജ്യദ്രോഹത്തിന് സമാനമായ ക്രൈം ചെയ്തവരാണോ അവര്? അങ്ങനെയല്ലല്ലോ. ഒരു പിറന്ന വീണ മണ്ണിൽ ഒരു ദുരിതമുണ്ടായപ്പോൾ ആ ദുരിതത്തിന് നേരെ കണ്ണടക്കുന്ന സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും തെറ്റായ നയങ്ങൾക്കെതിരെ തികച്ചും ജനാധിപത്യ രീതിയിൽ, തികച്ചും സമാധാനപരമായി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നയിച്ച ഒരു പ്രതിഷേധത്തെയാണ് ഇതുപോലെ ചില തെമ്മാടി പോലീസുകാർ, എല്ലാവരെയും കുറ്റം പറയുന്നില്ല, കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തും ആവാ എന്നുള്ള ഒരു ദാഷ്ട്യം തലക്ക് പിടിച്ച ഒരു വേട്ടാവെളിയൻ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് നമ്മളൊക്കെ കണ്ടത്. അടിച്ചെടുത്തുനിന്ന് വീണപ്പോഴും വീണ്ടും അവന് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയല്ലേ? ഈ നാണം കെട്ട ചെറ്റേ, ഞാൻ നിന്നോട് ചോദിക്കാം, നിന്റെ വീട്ടിലില്ലടോ കുടുംബത്തില് പിന്നെ മക്കള് ഇല്ലേ? തനിക്കില്ലടോ അനിയന്മാർ? താനും കല്യാണം കഴിച്ചാൽ തനിക്കുണ്ടാവത്തില്ലടോ ഒരു മക്കള്? ആ മക്കള് നാളെ ഇത് ഏതെങ്കിലും ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെ ഏതെങ്കിലും സമരത്തിന് പങ്കെടുക്കുമ്പോ നീ ചെയ്തതുപോലെ മറ്റൊരാൾ തന്റെ മകളെയോ അങ്ങനെ ചെയ്താൽ തനിക്ക് ഹൃദയവേദന ഉണ്ടാവുകയുള്ളൂ. നാണം കെട്ടവനെ. അവരെന്താ പെണ്ണ് പിടിക്കാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ കല്ല് കസിൽ ആകപ്പെട്ടിട്ടാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേറ്റ് അകത്ത് ക്രൈം ചെയ്തിട്ടാണോ അവർ നിങ്ങളിങ്ങനെ തല്ലിയത്? നാണം മാനം വേണ്ടടോ. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് തെറ്റായ നയങ്ങൾക്ക്, അതും ആ സമരം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടി മാത്രമല്ലല്ലോ. അവിടെ നമ്മളൊക്കെ കണ്ടല്ലേ, ലോകം പോലും ഞെട്ടിവിറച്ച ഒരു ദുരിതം അവിടെ ഉണ്ടായിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി ഏകദേശം മനസ്സാക്ഷിയുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ട് കൊടുത്തിട്ട് ആ ഫണ്ട് പോലും ഇന്നും ആ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കാത്ത കാട്ടുകള്ള ഗവൺമെന്റിനെതിരെ ഒരു സമരം ചെയ്യുമ്പോ നീയൊക്കെ ആരോടെങ്കിലും അച്ചാരം വാങ്ങി ഏതെങ്കിലും ഭരണഭർത്താക്കന്മാരുടെ കോണകം നക്കി വന്ന് പാവപ്പെട്ടവനെ തല്ലാൻ നിനക്കൊക്കെ എങ്ങനെ കഴിയുന്നടാ നാണം കെട്ടവന്? നീയൊക്കെ ഒരു മനുഷ്യനല്ലടോ, അല്ലേ? ഞങ്ങൾ ആ ചിത്രം കണ്ടിട്ട് വളരെ സങ്കടത്തോടെയും പ്രയാസത്തോടു കൂടിയാ ഇത് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്ത് ക്രൈമാ കുഞ്ഞുങ്ങൾ ചെയ്തത്? എന്തിനാ ഇങ്ങനെ തള്ളേണ്ട ആവശ്യം? ഇതെന്താ ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്നതാണോ ഇങ്ങനെ ഒരു പ്രതിഷേധം, ഒരു സമരങ്ങളും? എന്നും ഈ അധികാരം ഈ നാണം കെട്ട ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടാവുമോന്ന്? നാളുകളിലും ഭരണങ്ങളൊക്കെ മാറി വരുമല്ലേ? അപ്പൊ അതുകൊണ്ട് അധികാരം കയ്യിലുണ്ട്. അധികാരികളുടെ ചെരുപ്പ് നക്കിയാൽ എന്തെങ്കിലും നിനക്കൊക്കെ വ്യക്തിപരമായിട്ട് നേട്ടം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് കണ്ടവന്റെ മക്കളെ ഇതുപോലെ റോഡ് മിനിറ്റ് തക്കാനുള്ള ലൈസൻസ് ഒന്നും നിനക്കാരും തന്നിട്ടില്ല. ചെറ്റേ, ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരത്തെ ആ തരത്തിൽ കാണാതെ നിന്റെയൊക്കെ തലക്ക് പിടിച്ച മറ്റേതോ ചിന്താഗതിയിലേക്ക് കൂടി വന്ന് അങ്ങ് വേട്ടയാടി ഇല്ലാതെ ആക്കാനെന്നാണ് ശ്രമമെങ്കിൽ ആവർത്തിച്ച് പറയട്ടെ, ഇത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാന, കോൺഗ്രസ് മുന്നിൽ നയിക്കുന്ന പ്രസ്ഥാന. ആ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഇതുപോലെ ലാത്തി കൊണ്ടും ബൂട്ട് കൊണ്ടൊന്നും തല്ലി തകർക്കാനോ ഇല്ല ഇല്ലാതാക്കാനോ കഴിയില്ല. അങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് 1947 മുമ്പേ അങ്ങനെ സംഭവിക്കണമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ പ്രധാനപ്പെട്ട പല നേതാക്കളും മരിച്ചു വീഴുമ്പോഴും ഞങ്ങള് സമരത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരടി പോലും പുറകോട്ട് പോയിട്ടില്ല. എന്നാൽ രാജ്യത്ത് ഇപ്പം വീമ്പളക്കി നടക്കുന്ന പല നാണം കെട്ട വർഗങ്ങളും ഷൂ നക്കി തുടച്ചും പോളിഷ് ചെയ്തു കൊടുത്തൊക്കെ അവരുടെ ജീവൻ നിലനിർത്തിയവരാ. പക്ഷെ അതുപോലെ ഒരു സമര പോരാട്ടത്തിന്റെ മുമ്പിൽ ഉറച്ച നിലപാടുമായിട്ട് ഈ മൂവരത്തിൽ വിശ്വസിക്കുന്ന പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയാൽ അതിനെ അടിച്ചെടുക്കാം എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി സമരഭടന്മാർക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും പറഞ്ഞു വെച്ചുകൊണ്ട് ഈ നീചമായ ഈ കാടത്തരത്തിനെതിരെ, ഈ തെമ്മാടിത്തരത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രാഷ്ട്രീയം മറന്നുകൊണ്ട് മനുഷ്യത്വം മുൻനിർത്തിക്കൊണ്ട് പ്രതിഷേധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.